എന്നെ ഈ ഓപ്പർച്യൂണിറ്റി പരിചയപ്പെടുത്തിയ എൻ്റെ ചേട്ടൻ അനീഷ് ചേട്ടൻ, അതുപോലെ നമ്മുടെ ഗ്രേറ്റ് ലീഡർ ബഷീർ സാർ ആൻഡ് ഉമർ സാർ, ഈ 3 പേര് പറയാതെ എനിക്കൊരു മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. ഇന്ന് ഞാൻ ഈ ഒരു പ്ലാൻ പ്രസന്റേഷൻ ഇവിടെ ചെയ്യാൻ ഈ വേദിയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അതിന് കാരണക്കാരായത് ഈ 3 പേരാണ്. അപ്പൊ അവർക്കൊക്കെ ഞാൻ ഒരു ബിഗ് താങ്ക്സ് പറയുന്നു. അപ്പൊ ഇന്നത്തേക്ക് പ്ലാൻ പ്രസന്റേഷൻ ചെയ്യാൻ എന്നെ ഈ ഒരു ഓപ്പർച്യൂണിറ്റി തന്ന ബഷീർ സാറിനും ഞാൻ എൻ്റെ ഒരു താങ്ക്സ് അറിയിക്കുന്നു. അപ്പോൾ നമ്മളെല്ലാവരും ഈ ഒരു പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുണ്ടല്ലേ. എല്ലാവരും ചെറിയ ചെറിയ നോളജ് ഉണ്ട്. ഹൈറിച്ച് എന്താണ്, ഹൈറിച്ചിനെ പറ്റിയുള്ള ചെറിയ നോളജ് അടുത്തൊരു സ്പോൺസർ പറയുന്നു, ഇങ്ങനെ ഒരു നല്ലൊരു സാധ്യതയുണ്ട്, ഇതൊരു ഓൺലൈൻ ബിസിനസ് ആണ്. എല്ലാവരും കേട്ടത് ചെറിയ ചെറിയ അറിവുകളായിരിക്കും. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ എല്ലാവരും കേട്ട എല്ലാ അറിവിനെയും നമുക്ക് ഇന്നിവിടെ ഒന്ന് ക്രോഡീകരിക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് വിഷ്വലൈസേഷൻ ചെയ്യാം. നമുക്ക് എങ്ങനെയാണ് ഇന്നത്തെ പ്ലാൻ പ്രസന്റേഷൻ മറ്റു പ്ലാനിൽ നിന്നും ചെറിയൊരു വ്യത്യാസമുണ്ട്. ഞാൻ എൻ്റെതായ ചെറിയ ഒരു ശൈലിയിലാണ് ഒരു പ്രസന്റേഷൻ റെഡിയാക്കിയിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പൊ പ്രസന്റേഷനിലേക്ക് പോകുന്നതിന് മുമ്പ് എനിക്ക് ഹൈറിച്ചിനെ പറ്റി 2 വാക്ക് സംസാരിക്കാനാണ്. വൈ ഐ ചൂസ് ഹൈറിച്ച്. എനിക്ക് ഓട്ടോമാറ്റിക് എന്താണ്, ഒരു ഇന്ത്യൻ ജനറേഷൻ ഒക്കെ ഉണ്ട്, ഞാൻ അത്യാവശ്യം ഒരു നല്ലൊരു MNCയിൽ വർക്ക് ചെയ്യുന്നു, എന്നിട്ടും ഞാൻ എന്തിന് ഈ ഹൈറിച്ചിനെ ചൂസ് ചെയ്തു? എല്ലാവരും ചൂസ് ചെയ്യുന്ന പോലെ തന്നെ എനിക്കും എന്താണ്, ചെറുപ്പം കുട്ടിക്കാലം തൊട്ട് എനിക്കൊരു ഡ്രീം ഉണ്ട്. മീൻസ് ഡ്രീം അല്ല, എൻ്റെ കൂടെ വരുന്ന ആൾക്കാരെയൊക്കെ എനിക്കൊന്ന് ഞാൻ കാരണം അവര് രക്ഷപ്പെടണം എന്നൊരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. പക്ഷെ ഞാൻ വർക്ക് ചെയ്യുന്ന ഫീൽഡിൽ ഞാൻ ഏർണിങ് ചെയ്യുമ്പോൾ പൈസ കൊടുത്ത് നമുക്ക് ആരെയും ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല. പിന്നീട് ഞാൻ ആലോചിച്ച് അവർക്ക് എന്തെങ്കിലും ജോലി കൊടുത്ത് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? എന്നെ കൊണ്ട് അതും പറ്റില്ല. ഇങ്ങനെ ഓരോ പ്ലാൻ എൻ്റെ മൈൻഡിൽ എപ്പോഴും എങ്ങനെയാണ് എനിക്ക് ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാനുള്ള ആ ഒരു സിറ്റുവേഷൻ എനിക്ക് കിട്ടുവാന്ന് ഞാൻ ആലോചിച്ച് കൊണ്ടുപോകുമ്പോൾ അതിന് ബെസ്റ്റായ ഒരു പ്ലാനോ കാര്യങ്ങളോ ഒന്നും എനിക്ക് കണ്ടില്ല. പിന്നെ ഒബ്വിയസ്ലി ഇതിന്റെ പ്ലാൻ കേട്ടപ്പോൾ കമ്പനിയുടെ വിഷൻ ആൻഡ് മിഷൻ അത് തന്നെയാണ് എന്നെ അട്രാക്ട് ചെയ്തത്. ഈ കമ്പനിയിൽ ഞാൻ അസോസിയേറ്റ് ചെയ്ത് 1 മാസം വർക്ക് ചെയ്യുമ്പോൾ എൻ്റെ ടീമിൽ വരുന്ന ആൾക്കാർക്ക് അവരുടെ വീട്ടിൽ വരുമാനം എത്തും. ഇത് തന്നെയാണ് എന്നെ മോട്ടിവേറ്റ് ചെയ്തത്. എന്ന് വെച്ചാൽ നമ്മൾ കാരണം ഒരാളുടെ ജീവിതം രക്ഷപ്പെടുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും വലിയ പോയിന്റ്. ഇപ്പൊ ഷിജിത്ത് ഇപ്പൊ ഒരു MNCയിൽ വർക്ക് ചെയ്തോ, പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞോ, ഏണിങ്സ് ഉണ്ടാക്കി ഷിജിത്ത് അവന്റെ കുടുംബത്തിന് വേണ്ടി രക്ഷപ്പെടുന്നു മാത്രമേ ഉള്ളൂ. പക്ഷെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലോ, നമ്മൾ കാരണം എത്രയോ കുടുംബങ്ങളിലേക്ക് ഈ ഒരു കമ്പനിയുടെ പ്ലാൻ വെച്ചിട്ട് MDയുടെ വിഷൻ അനുസരിച്ച് നമുക്ക് അവരുടെ ജീവിതം ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കെല്ലാം, ഞാൻ അധികം പറഞ്ഞ് നിങ്ങളെയൊന്നും ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് പ്ലാൻ ഒന്ന് നോക്കാം. ഹൈറിച്ചിന്റെ പ്ലാൻ എങ്ങനെയാണ്? അപ്പോ എല്ലാവർക്കുമുള്ള ഡൗട്ട് തന്നെ, എന്താണ് ഹൈറിച്ച്? ഹൈറിച്ച് എന്താണ്? ഇതൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ആണ്, ഒരു ഓൺലൈൻ ബിസിനസ് ആണ്, എല്ലാം നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? നമ്മളൊക്കെ ഈ ഒരു കൊറോണ കാലത്ത് വീട്ടിലിരുന്നുകൊണ്ട് എന്താണ്, നമ്മുടെ ഫോൺ ഉപയോഗിച്ച് നമ്മൾക്ക് വീട്ടിലേക്ക് വേണ്ട നിത്യോപയോഗ സാധനങ്ങൾ എന്ത് ചെയ്യുന്നു, ഓർഡർ ചെയ്യുന്നു. അപ്പൊ നമ്മുടെ അടുത്തുള്ള ഹൈറിച്ചിന്റെ സ്റ്റോറിൽ നിന്നും എന്താണ്, അവർ വിത്തിൻ 4 hours നമ്മുടെ വീട്ടിലേക്ക് ആ ഒരു സാധനം, നമ്മൾ ഓർഡർ ചെയ്ത സാധനം ഡെലിവറി ചെയ്യുന്നു. ഇങ്ങനെ ഡെലിവറി ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് ഗുണം? ഒന്നുകിൽ നമുക്ക് എന്താണ്, ക്യാഷ് ഓൺ ഡെലിവറി ചെയ്യാം, അല്ലെങ്കിൽ നെറ്റ് ബാങ്കിങ് ചെയ്യാം. അപ്പോൾ ഇവിടെ എല്ലാവരുടെയും ഫോക്കസിൽ ഉണ്ടാവുന്നത് വെറും ഗ്രോസറി ഐറ്റം മാത്രമാണോ ഹൈറിച്ച് ചെയ്യുന്നത്? അത് മാത്രമാണ് കമ്പനിയുടെ ലക്ഷ്യം? അല്ല. ഹൈറിച്ച് എന്നത് എന്താണ്, നമ്മൾ ഇന്ന് കാണുന്ന ആമസോൺ, ഫ്ലിപ്കാർട്ട് എന്നിവ പോലെ തന്നെയുള്ള ഒരു കൊമേഴ്സ് പ്ലാറ്റ്ഫോം തന്നെയാണ്. ആമസോൺ, ഫ്ലിപ്കാർട്ടുകളിൽ നമുക്ക് എന്താണ്, ബുക്സ്, ഇലക്ട്രോണിക്സ്, ക്ലോത്ത് എന്നിവയൊക്കെ കിട്ടുമ്പോൾ ഹൈറിച്ച് അതിന്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത് ഗ്രോസറി ഐറ്റത്തിലാണെന്ന് മാത്രമേ ഉള്ളൂ. നമുക്കറിയാം കമ്പനിയുടെ റിലീസ് August 5-ന് കമ്പനി മൾട്ടി വെണ്ടർ സിസ്റ്റം സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ വെണ്ടേഴ്സ് ഒക്കെ ഇപ്പൊ അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതിന്റെ പ്രോസസിങ് നടന്നുകൊണ്ടിരിക്കുന്നു. ഉടൻ തന്നെ എന്താണ്, ആമസോണിലും ഫ്ലിപ്കാർട്ടിലും കിട്ടുന്ന എന്ത് ഐറ്റംസും നമുക്ക് എന്താണ്, ഹൈറിച്ച് വഴി കിട്ടും. അപ്പൊ നമുക്ക് എന്താണ് ഈ ലാഭം വരുന്നത്? ആമസോൺ, ഫ്ലിപ്കാർട്ട് എന്നീ ലോകോത്തര കമ്പനികൾ, കമ്പനിയുടെ മാനേജ്മെന്റിനാണ് ഡേ ബൈ ഡേ അവർ ഗ്രോത്ത് സംഭവിക്കുന്നത്. പക്ഷേ ഹൈറിച്ചുമായി അസോസിയേറ്റ് ചെയ്ത് ഞാനടക്കം നിങ്ങൾ എല്ലാവർക്കും എന്താണ്, കമ്പനി വളരുന്നത് കൂടി നമ്മളും അതിനോടൊപ്പം വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് തന്നെയാണ് ഹൈറിച്ചിനെ മറ്റ് കൊമേഴ്സ് പ്ലാറ്റ്ഫോമിൽ നിന്നും തികച്ചും വ്യത്യസ്തമാക്കുന്നത്. അപ്പോൾ ഹൈറിച്ചിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കുന്നതിന് മുൻപ് ഹൈറിച്ചിന്റെ ഒറിജിൻ എന്താണ്, ആരാണ് ഇതിന്റെ MD ആരാണ്, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഹൈറിച്ച് സ്റ്റാർട്ട് ചെയ്തത് 2016 തൃശ്ശൂർ ജില്ലയിലാണ്. അതിന്റെ MD നമ്മുടെ ഗ്രേറ്റ് പ്രതാപൻ സാറാണ്. അപ്പോ വെറും 200 സ്ക്വയർ ഫീറ്റിൽ സ്റ്റാർട്ട് ചെയ്ത ഈ ഒരു കമ്പനി ഇന്ന് 35,000 സ്ക്വയർ ഫീറ്റിന് മുകളിലേക്ക് പോയി എന്ന് തന്നെയാണ് ഏറ്റവും വലിയൊരു അത്ഭുതം.
കമ്പനിയുടെ മെയിൻ ആയിട്ടുള്ള വിഷൻ ആൻഡ് മിഷൻ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, എന്നെ അട്രാക്ട് ചെയ്തതും ഈ ഒരു പോയിന്റ് തന്നെയാണ്. ലോകത്തെ നമ്പർ 1 കമ്പനി ആവുക, അതുപോലെ തന്നെ കമ്പനിയുമായി അസോസിയേറ്റ് ചെയ്ത എല്ലാ വ്യക്തികൾക്കും അവരുടെ കുടുംബത്തിലേക്ക് ഒരു വരുമാനം എത്തിക്കുക എന്നാണ് നമ്മുടെ ഗ്രേറ്റ് MD പ്രതാപൻ സാറിന്റെ വിഷൻ ആൻഡ് മിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കമ്പനിയിലേക്ക് വരുന്ന കസ്റ്റമേഴ്സിനെ നമുക്ക് രണ്ടായിട്ട് ഒന്ന് സ്പ്ലിറ്റ് ചെയ്യാം. The number 1 is online shopping and the second one is business. ഓൺലൈൻ ഷോപ്പ് ചെയ്യാൻ വരുന്ന വ്യക്തികൾക്ക് എന്താണ്, അതൊരു ഫ്രീ ജോയിനിങ് ആണ്. അവിടെ യാതൊരുവിധ ഇൻവെസ്റ്റ്മെന്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. രണ്ടാമത് ബിസിനസ് ചെയ്യാൻ വരുന്ന വ്യക്തികൾ. എങ്ങനെയാണ് ബിസിനസ് ചെയ്യുന്നത്, എങ്ങനെ നമുക്ക് ഓൺലൈനായി സാധനങ്ങൾ പർച്ചേസ് ചെയ്യാം എന്ന ഒരു നോളജ് ഷെയറിംഗ് മാത്രമാണ് അവിടെ നടക്കുന്നത്. അപ്പോഴാണ് ഹൈറിച്ചിന്റെ ബിസിനസ് സാധ്യത അവിടെ വരുന്നത്. അപ്പോൾ പ്രിവിലേജ് ജോയിനിങ് കസ്റ്റമർ ആയിട്ട് നമുക്ക് 800 രൂപയുടെ ഫസ്റ്റ് ഒരു പർച്ചേസ് ചെയ്തുകൊണ്ട് കമ്പനിയിലേക്ക് എൻ്റർ ചെയ്യാം. രണ്ടാമത് വരുന്നത് ഡിജിറ്റൽ കസ്റ്റമർ ആണ്. അതൊരു 12,000 രൂപയുടെ പർച്ചേസിങ് ഓപ്ഷനുമായിട്ട് വരുന്നു. അപ്പൊ 800 രൂപയുടെ ഒരു ഫസ്റ്റ് പർച്ചേസ് ചെയ്ത് വരുന്ന വ്യക്തിക്ക് എന്താണ്, 2 ടൈപ്പുള്ള ഇൻകം ആണ് കമ്പനി കൊടുക്കുന്നത്. അതുപോലെ ഡിജിറ്റൽ കസ്റ്റമറിന് ഏകദേശം 6 ടൈപ്പ് ഇൻകം ഉണ്ട്. ആ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, തുടർന്നുള്ള സെക്ഷനിൽ നമുക്ക് നോക്കാം. അപ്പൊ ഒന്നുകൂടെ നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കുന്നു, ഇവിടെ ഓൺലി എ നോളജ് ഷെയറിംഗ്. ഇപ്പൊ ഇവിടെ ഉണ്ടാവുന്ന എൻ്റെ ഒരു കൂട്ടുകാരന്റെ പേര് ഞാൻ എടുക്കാം, അഖിൽ. ഇപ്പൊ ഞാൻ ഹൈറിച്ചിലേക്ക് ജോയിൻ ചെയ്തപ്പോൾ ഞാൻ അഖിലിനോട് പറയുന്നു, അഖിലെ ഇനിയൊരു നല്ലൊരു ഓപ്ഷൻ ഉണ്ട്, നമുക്ക് ഓൺലൈൻ ആയിട്ട് തന്നെ എന്ത് ചെയ്യാം, നമുക്ക് വീട്ടിലേക്ക് വേണ്ട സാധനങ്ങൾ പർച്ചേസ് ചെയ്യാം, ആപ്പ് ഉപയോഗിച്ച് പർച്ചേസ് ചെയ്താൽ മതി. എന്നിട്ടാണ് ഞാൻ അഖിലിനെ ഈ ഒരു കമ്പനിയെ പറ്റി പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. അതല്ലാതെ ഇവിടെ യാതൊരു വിധത്തിലുള്ള പ്രൊഡക്റ്റ് സെല്ലിംഗ് ഇല്ല എന്നത് തന്നെയാണ് കമ്പനിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ദിസ് കമ്പനി ഈസ് നോൺ ആസ് ദ വേൾഡ് മൾട്ടി ലെവൽ മെർക്കന്റൈൽ കമ്പനി. ഇറ്റ് ഈസ് ദ ഫസ്റ്റ് കമ്പനി ഇൻ ദ എർത്ത്, ഇൻ ദ പ്ലാനറ്റ്. എന്താണ് മൾട്ടി ലെവൽ മെർക്കന്റൈൽ കമ്പനിയും മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനി എന്ന് ചെറുതായിട്ട് നമുക്ക് മനസ്സിലാക്കണം. ഇന്ന് കേരളത്തിലെ ഓരോ വ്യക്തികളും അല്ലെങ്കിൽ ഈ മീറ്റിംഗിൽ എത്തിയ നിങ്ങൾ എല്ലാവരും ഇതൊരു നെറ്റ്വർക്ക് കമ്പനിയാണോ മണി ചെയിൻ ആണോ എന്ന കോൺസെപ്റ്റിലൂടെ തന്നെയായിരിക്കും ഇവിടെ ഇരിക്കുന്നത്, എനിക്ക് ഉറപ്പുണ്ട്. എന്നുവെച്ചാൽ എല്ലാവരും പല തവണ പല നെറ്റ്വർക്കിംഗ് തട്ടിപ്പുകളിലും കാര്യങ്ങളും മണി ചെയിനിലും പെട്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും നല്ലൊരു ഓപ്ഷൻ നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോഴും നമുക്ക് അതിനെ പറ്റി അതിന്റെ പവർ മനസ്സിലാക്കാൻ പറ്റാത്തത്. നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കുക, നിങ്ങളെ ഇവിടെ എത്തിക്കുമ്പോൾ നിങ്ങളുടെ സ്പോൺസർ നിങ്ങളെ കമ്പൽസറി ചെയ്ത് എന്തെങ്കിലും പ്രൊഡക്റ്റ് വാങ്ങണമെന്ന് പറഞ്ഞിട്ടുണ്ടോ, ഒരു പ്രൊഡക്റ്റ് സെല് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അതുകൊണ്ട് തന്നെയാണ് ദിസ് ഇസ് എ മൾട്ടി ലെവൽ മെർക്കന്റൈൽ കമ്പനി എന്ന് പറയുന്നത്. ദർ ഇസ് നോ പ്രൊഡക്റ്റ്, ദർ ഇസ് നോ മന്ത്ലി ടാർഗറ്റ് ഓർ നോ നീഡ് ടു സെൽ എനി പ്രൊഡക്റ്റ്. നമുക്ക് എന്ത് പ്രൊഡക്റ്റ്, നമ്മുടെ വീട്ടിലേക്ക് വേണ്ട എന്ത് സാധനങ്ങളാണ് വേണ്ടത്, ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് അല്ലെങ്കിൽ ഹൈറിച്ച് ത്രൂ നമ്മൾ സാധനം മേടിക്കുന്നു. ദാറ്റ്സ് ഓൾ. അപ്പോൾ ഈ ഒരു ഡിഫറൻസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഞാൻ പറഞ്ഞിട്ടുണ്ട് ഹൈറിച്ചിലേക്ക് വരുമ്പോൾ എന്താണ് 2 ഓപ്ഷനാണ് ഉള്ളത്. ഒന്നുകിൽ നിങ്ങൾക്ക് ഓൺലൈൻ പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ ഇതിൽ ബിസിനസ് ചെയ്യാം. അങ്ങനെ ഓൺലൈൻ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഓൺലൈൻ ഷോപ്പിംഗ് മാത്രം ചെയ്യാൻ വരുന്ന വ്യക്തിക്ക് എന്താണ് ബെനിഫിറ്റ്? The number 1 is it is joining free. There is no investment. നമുക്ക് എന്താണ്, ഒരു ID പാസ്വേഡ് കിട്ടും ഇതിലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ. അത് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം, നേരത്തെ പറഞ്ഞ പോലെ മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമ്മുടെ വീട്ടിലേക്ക് വേണ്ട സാധനങ്ങൾ പർച്ചേസ് ചെയ്യാം. അപ്പോൾ ഒരു കസ്റ്റമറിന് കിട്ടുന്ന 3 ഓപ്ഷൻ ആണ്, 3 ബെനിഫിറ്റ് ആണ്. The number 1 is discount, second is home delivery, third is cash on delivery. അപ്പോൾ ഡിസ്കൗണ്ട് തന്നെ എടുക്കാം. ഡിസ്കൗണ്ട് എന്താണ്, കമ്പനി ഏകദേശം 5 to 35% ഡിസ്കൗണ്ട് തരുന്നുണ്ട്. അപ്പൊ അതിനൊരു ചെറുതായിട്ടൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, നമ്മളൊക്കെ കടയിൽ പോയിട്ട് സാധനം മേടിക്കുമ്പോൾ ഏകദേശം ഒരു 3000 രൂപയ്ക്ക് സാധനം മേടിച്ചെന്ന് വെക്കുക. അപ്പോ ഇതുവരെ നമ്മൾ 3000 രൂപയ്ക്കെന്നല്ല, എല്ലാ മാസവും 3000 രൂപയ്ക്ക് മേടിച്ചാലും ആ ഒരു കടക്കാരൻ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒരു 2500 രൂപയ്ക്കോ അല്ലെങ്കിൽ 2600 രൂപയ്ക്കോ തന്നിട്ടുണ്ടോ? ബാക്കി പൈസ വേണ്ട എന്ന് വെച്ചിട്ടുണ്ടോ? നിങ്ങൾ എന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. പക്ഷെ ഹൈറിച്ച് ത്രൂ നിങ്ങൾ മേടിക്കുമ്പോഴെന്താണ്, നിങ്ങൾക്ക് സെയിം സാധനം ഏകദേശം 2500 രൂപയ്ക്കാണ് കിട്ടുന്നത്. അപ്പൊ മാസം ഒരു 500 രൂപ നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റിയാൽ ഒരു വർഷം നിങ്ങൾക്ക് 6000 രൂപയോളം സേവ് ചെയ്യാം. അപ്പൊ ഒബ്വിയസ്ലി നമ്മൾ മലയാളികളാണ്, ആദ്യം തന്നെ കേൾക്കുമ്പോഴെന്താണ്, എല്ലായിടത്തും നെഗറ്റീവാന്ന് വരില്ല അല്ലെ? ഇങ്ങനെയൊക്കെ സാധനം മേടിക്കുമ്പോൾ ഇത്രയും ഡിസ്കൗണ്ട് എങ്ങനെ കമ്പനിക്ക് തരാൻ പറ്റുന്നു എന്നാണ് ആദ്യത്തെ ചിന്ത. ഇതിൽ ക്വാളിറ്റിയിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? അപ്പൊ നമ്മുടെ സൂര്യയുടെ ഒരു സിനിമയിൽ ഒരു ചെറിയ കോട്ട് ഞാൻ ഇവിടെ ഒന്ന് യൂസ് ചെയ്യാം. ലോ പ്രൈസ് ഡസന്റ് മീൻ ലോ ക്വാളിറ്റി.
നമ്മൾ പൈസ കുറച്ച് കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ വാങ്ങിക്കുന്നതിന് അർത്ഥം അതിന് ക്വാളിറ്റി ഇല്ല എന്നല്ല. നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഏത് സാധനം മേടിക്കുന്നോ അതേ സാധനം തന്നെയാണ് നമുക്ക് ഹൈറിച്ച് വഴി മേടിക്കുമ്പോഴും കിട്ടുന്നത്. പിന്നെ എന്താണ് ഇതിൽ റിട്ടേൺ പോളിസി ഉണ്ട്. അഥവാ നിങ്ങൾക്ക് എന്തെങ്കിലും സാധനം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്താണ്, ഇത് റിട്ടേൺ ചെയ്യാം. ഞാൻ 100% ഇത് ട്രസ്റ്റബിൾ ആണെന്ന് പറയാൻ കാരണം, ഞാൻ ഈ കമ്പനിയിൽ ജോയിൻ ചെയ്ത ഉടനെ തന്നെ കമ്പനിയുടെ പ്ലാനും കാര്യങ്ങളും പഠിച്ച് അത് എങ്ങനെ വർക്ക് ചെയ്യുന്നു അറിയാൻ വേണ്ടി ഞാൻ തന്നെ ഓർഡർ ചെയ്ത് സാധനം ഇവിടെ വരുത്തി ഓരോ സാധനങ്ങളും ചെക്ക് ചെയ്തു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ദിസ് ഇസ് ദ സെയിം പ്രോഡക്റ്റ് ആസ് വി ഗെറ്റ് ഇറ്റ് ഫ്രം ദ സൂപ്പർ മാർക്കറ്റ്. ദർ ഇസ് നോ കോംപ്രമൈസ് ഇൻ ദ ക്വാളിറ്റി. അപ്പൊ ആർക്കും ക്വാളിറ്റിയിൽ കുറവുണ്ടോ കാര്യങ്ങളോ ഒന്നും ഡൗട്ട് വേണ്ട. ഇവിടെയും കുറച്ച് ആൾക്കാർക്ക് എന്താണ്, എന്നാൽ കമ്പനിക്ക് എങ്ങനെയാണ് ഇത്ര കുറച്ച് പൈസ തരാൻ പറ്റുന്നത് എന്ന ക്വസ്റ്റ്യൻ വരും. ദാറ്റ് വുഡ് ബി ദ പെർഫെക്റ്റ് ക്വസ്റ്റ്യൻ. അത് അറിയണമെങ്കിൽ എന്താണ്, കമ്പനിക്ക് എങ്ങനെയാണ് ഈ പ്രോഫിറ്റ് ഒക്കെ കാര്യങ്ങൾ ഉണ്ടാവും നമ്മൾ മനസ്സിലാക്കണം, അല്ലെ? അപ്പൊ അത് വരുന്നത് ഈ കമ്പനി ഒരു മോഡൽ ഉണ്ടാക്കിയിട്ടുണ്ട്. കേരളത്തിലാണ് ആ ഒരു ബേസ് മോഡൽ സ്റ്റാർട്ട് ചെയ്തത്. മറ്റ് സ്റ്റേറ്റുകളിൽ കമ്പനി ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് മൂവ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇത് ബേസ് മോഡൽ സ്റ്റാർട്ടഡ് ഇൻ കേരള. കമ്പനിക്ക് എപ്പോഴും എന്താണ്, ഒരു സൂപ്പർ ഫ്രാഞ്ചൈസി ഹബ് ഉണ്ടാവും. അപ്പൊ അവിടെ നിന്നും എന്താണ്, എല്ലാ ജില്ലകളിലും ചെറുതായിട്ട് ഒരു ഫ്രാഞ്ചൈസി ഹബും പിന്നെ നമ്മുടെ പിൻകോഡിൽ കാണുന്ന എല്ലാ ഫ്രാഞ്ചൈസി സ്റ്റോറും ഉണ്ടാവും. ഏകദേശം 104-110 വേറെ ഫ്രാഞ്ചൈസി സ്റ്റോർ ഇന്ന് കേരളത്തിൽ കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മളെ പിൻകോഡ് പിൻകോഡിൽ വെച്ച് നമ്മൾ മൊബൈൽ വെച്ച് ഉപയോഗിക്കുമ്പോൾ ഇതുപോലുള്ള ചെറിയ ചെറിയ പിൻകോഡിൽ വരുന്ന സ്റ്റോറിൽ നിന്നാണ് നമുക്ക് സാധനം കിട്ടുന്നത്. കമ്പനിക്ക് എങ്ങനെ പ്രോഫിറ്റ് ഉണ്ടാകുന്ന വെച്ചാൽ, എല്ലാ പ്രൊഡക്ഷൻ നടക്കുന്ന ഏരിയകളിൽ നിന്നും കമ്പനി ഡയറക്റ്റ് ആയിട്ട് തന്നെ പർച്ചേസ് ചെയ്യും. ഡിസ്ട്രിബ്യൂട്ടർ എന്ന് പറയുന്ന സെക്ഷനെ കമ്പനി അവിടെ ഒഴിവാക്കി. അത് കഴിഞ്ഞുള്ള ലാഭം തന്നെയാണ് കമ്പനിക്ക് എന്താണ്, നമ്മളെ പോലുള്ള എല്ലാ കസ്റ്റമറിനും നമ്മുടെ കൈകളിൽ എത്തിച്ചേരാൻ പറ്റുന്നത്. അപ്പൊ അതിന് ചെറിയ എക്സാമ്പിൾ പറഞ്ഞാൽ, ഒരു ചെറിയൊരു സോപ്പ്, ആ സോപ്പിന്റെ മാനുഫാക്ചറിങ് കോസ്റ്റ് ഒരു 3 രൂപയോ അല്ലെങ്കിൽ 2 രൂപയാണെങ്കിൽ നമ്മുടെ കയ്യിൽ അത് എത്തുമ്പോൾ എത്രയാണ്, അതൊരു 10 രൂപ ആയിട്ടുണ്ടാവും. എന്തുകൊണ്ടാണ്, അവിടെ നിന്നും എന്തൊക്കെ സ്റ്റേജുകൾ കടക്കാനുണ്ട്, ഡിസ്ട്രിബ്യൂട്ടർ ഉണ്ട്, അഡ്വർടൈസ്മെന്റ് ഉണ്ട്, ഡിഫറെന്റ് ലെവൽസ് ഉണ്ട്, അവസാനം കടയിലെത്തി ആ കടയുടെ വാടകയുണ്ട്. നിങ്ങൾക്ക് എപ്പോഴും ഒരു 10 രൂപയുടെ സോപ്പ് 8 രൂപയ്ക്ക് ആരെങ്കിലും തന്നിട്ടുണ്ടോ? ഉണ്ടാവില്ല. അപ്പോ നിങ്ങൾ എന്ത് ചെയ്യുക, ഹൈറിച്ച് വഴി മേടിക്കുമ്പോഴാണ് നിങ്ങൾക്ക് 8 രൂപ അല്ലെങ്കിൽ 9 രൂപ. അപ്പൊ ഈ 1 രൂപയാണോ മാർജിൻ എന്ന് നിങ്ങൾ ഡൗട്ട് അടിക്കണം. നിങ്ങൾ വലിയ വലിയ സാധനങ്ങളൊക്കെ മേടിക്കുമ്പോൾ ഏകദേശം, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഏകദേശം 2-3000 രൂപയ്ക്കൊക്കെ മേടിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ്, ആ ഒരു ലാഭം നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ ഡൗട്ട് ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് തുടർന്നുള്ള സെക്ഷനിലൊക്കെ ഇതൊക്കെ ക്ലാരിഫൈ ചെയ്യാം. അപ്പൊ നമുക്ക് അടുത്തതായിട്ട് എന്താണ്, ഇതാ ഞാൻ പറഞ്ഞത്, ഇപ്പൊ ഇവിടെ നിങ്ങൾ കാണുന്ന ഈ ഒരു വീഡിയോ ഉണ്ടല്ലോ, ഇത് നമ്മുടെ തൃശ്ശൂരുള്ള വെയർ ഹൗസ് ആണ്. അപ്പോ ശരിക്കും ഈ ഒരു ഞാൻ ആദ്യം ഈ വീഡിയോ കണ്ടപ്പോൾ ഞെട്ടിപ്പോയി. എന്നുവെച്ചാൽ കമ്പനിയുടെ ആ ഒരു പ്ലാൻ പ്രകാരം തന്നെ കമ്പനി എന്താണ് ചെയ്ത, ഈ ഒരു ഇത്രയും വലിയൊരു വെയർ ഹൗസ്, ഇവിടെയാണ് എന്താണ് ഡയറക്റ്റ് ആയിട്ട് എല്ലാ പ്രൊഡക്ഷനും സാധനം എത്തുന്നത്. ഈ കമ്പനിയിലേക്ക്, ഈ കമ്പനിയുടെ പ്ലാനിലേക്ക്, അല്ലെങ്കിൽ ഈ ഒരു ബിസിനസ് ചെയ്യാൻ വേണ്ടി ഞാൻ ആദ്യം മടിച്ചിരുന്ന ഒരേ ഒരു കാരണം ഇതാണ്, എൻ്റെ പിൻകോഡിൽ വെയർ ഹൗസോ അല്ലെങ്കിൽ സ്റ്റോർ ഇല്ല എന്ന ഒറ്റ കാരണം കൊണ്ടാണ് ഞാൻ ഈ ബിസിനസ് ചെയ്യാൻ മടിച്ചത്. പക്ഷേ ജോയിൻ ചെയ്ത് 6 മാസത്തിനകം തന്നെയാണ് ഞാൻ പോകുന്ന വഴിയിൽ എപ്പോഴും പോകുമ്പോൾ അവിടെ ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്തുകൊണ്ട് നടക്കുന്നുണ്ടായിരുന്നു. ഏകദേശം 7ാമത്തെ മാസം ഒക്കെയാണ് ഞാൻ പോകുമ്പോൾ പെട്ടെന്ന് അവിടെ ഒരു ബോർഡ് വന്നു, ഹൈറിച്ച്. ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ ഒരിക്കലും ഇത്ര പെട്ടെന്ന് എൻ്റെ ഏരിയയിലെ പിൻകോഡിലോ ഈ കമ്പനിയുടെ പ്ലാൻ പ്രകാരം സ്റ്റോർ വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അപ്പോ കമ്പനിയുടെ പ്ലാൻ ഇങ്ങനെയൊക്കെയാണ്, സ്റ്റോർ വന്നിട്ട് ഞാൻ ചെയ്യാം, അങ്ങനെ ആർക്കെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ മാറ്റിവെക്കണം. അത് എന്തുകൊണ്ട് മാറ്റിവെക്കണമെന്ന് തുടർന്നുള്ള സെക്ഷനിൽ നമുക്ക് തന്നെ മനസ്സിലാവും. അത് ഞാൻ പറഞ്ഞുതരാം. അപ്പോ അടുത്തതായിട്ട് ചെറുതായിട്ട് എങ്ങനെയാണ് നമുക്ക് സാധനം മേടിക്കല്. കമ്പനിയുടെ ആപ്പ് ലോഞ്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. മൊബൈൽ എന്താണ് ആൻഡ്രോയിഡും അതുപോലെ iOS-ലും ആപ്പ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അതിന്റെ ആപ്പ് ഒന്ന് ഡൗൺലോഡ് ചെയ്യണം. ഡൗൺലോഡ് ചെയ്ത ഉടൻ തന്നെയാണ് നമുക്ക് കിട്ടിയ ID പാസ്വേഡ് എന്ത് ചെയ്യണം, ഇവിടെ ഏറ്റവും റൈറ്റ് കോർണറിൽ സെക്ഷനിൽ പോയി ID പാസ്വേഡ് അടിച്ച് എൻ്റർ ചെയ്യുക. പിന്നീട് ഇവിടെ ഈ 3 ഡോട്ട്സിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ ഗ്രോസറി, ക്ലീനിങ്, ഓരോ ഐറ്റം നമുക്ക് വേണ്ട എല്ലാ ഐറ്റങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നീട് എന്താണ്, വേണ്ട സാധനങ്ങളൊക്കെ സെലക്ട് ചെയ്തതിന് ശേഷം അവസാനം എന്ത് ചെയ്യുക, പ്രൊസീഡ് ടു ചെക്കൗട്ട് കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ക്യാഷ് ഓൺ ഡെലിവറി അല്ലെങ്കിൽ നെറ്റ് ബാങ്ക് നമുക്ക് ചെയ്യാം.
ആദ്യം മുകളിൽ പിൻകോഡ് അടിക്കാനുണ്ട്. ഞാനിപ്പോൾ ഇവിടെ കോഴിക്കോടത്തെ പിൻകോഡാണ് ഇവിടെ കൊടുത്തത്. എന്താന്ന് വെച്ചാൽ അവിടെ മൾട്ടി വെണ്ടർ സ്റ്റാർട്ടിങ്ങിന്റെ ലോഞ്ചിങ്ങിന്റെ ഭാഗമായി കാണുന്ന ഐറ്റംസ് ഒക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ ഈ സെലക്ട് ചെയ്തത്. ഞാൻ എന്താണ് എന്റെ വീട്ടിലേക്ക് ഗ്രോസറി സെക്ഷനിൽ പോയിട്ടാണ് വീട്ടിലേക്ക് വേണ്ട സാധനം മേടിക്കുക. അപ്പൊ ഇവിടെ വരുന്ന മെയിൻ ഒരു ഡിഫറൻറ്റ് എന്താ വെച്ചാൽ നമ്മുടെ ഷിനോജ് സാറിനോട് ഞാൻ ചോദിച്ചിട്ട് തന്നെ ഷിനോജ് സാറിന്റെ ഒരു സ്റ്റാറ്റസ് കണ്ടപ്പോഴാണ് ഞാൻ പെട്ടെന്ന് ഓർത്തത്. ഷിനോജ് സാർ ഒരു കമ്പാരിസൺ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താ വെച്ചാൽ നമ്മളെ ഫ്ലിപ്കാർട്ടിൽ കിട്ടുന്ന സെയിം ടി വി ഹൈറിച്ചിൽ എത്ര രൂപക്കാണ് കിട്ടുന്നത്? ഏകദേശം 27,599 രൂപക്ക് കിട്ടുന്ന 32 ഇഞ്ച് ടി വി LG ഇടത് ദ സെയിം ടി വി ഹൈറിച്ചിൽ 24,407 രൂപക്കാണ് കിട്ടുന്നത്. അത് കൂടാതെ വേറൊരു വലിയൊരു ബെനിഫിറ്റ്, സെയിൽസ് ഇൻസെന്റീവ് എന്ന് പറയുന്ന ഒരു ബെനിഫിറ്റ് കൂടിയുണ്ട്. അത് ഞാൻ പിന്നീടുള്ള സെക്ഷനിൽ പറഞ്ഞുതരാം. ഇപ്പൊ പറഞ്ഞാൽ ഞങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല. അപ്പൊ ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മൊബൈൽ ആപ്പ് ഉപയോഗിച്ചിട്ട് സാധനം പർച്ചേസ് ചെയ്യുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഹൈറിച്ചിന്റെ ബിസിനസ് സാധ്യത എന്താണ്? എല്ലാവരും നമ്മൾ എത്തിയത് ബിസിനസിനെ പറ്റി പഠിക്കാനാണ് അല്ലെ? അതെന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഞാൻ ഒന്നുകൂടെ പറഞ്ഞു, നോളജ് ഷെയറിംഗ് മാത്രമാണ്, ദർ ഇസ് നോ പ്രൊഡക്റ്റ് സെല്ലിംഗ്. അപ്പൊ ആദ്യമായിട്ട് വരുന്നത് എന്താണ്, 800 രൂപ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ബിസിനസ് പ്ലാൻ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ ഈ ഒരു 800 രൂപ നമ്മൾ കൊടുക്കുമ്പോൾ എന്താണ്, ഞാൻ പറഞ്ഞിട്ടുണ്ട് കമ്പനിയിൽ നിന്ന് ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ. 800 രൂപ അല്ല കേട്ടോ, 800 രൂപ ഇൻവെസ്റ്റ്മെന്റ് ഒന്നും പറയാൻ പറ്റില്ല. 800 രൂപക്ക് 750 രൂപക്ക് മുകളിലുള്ള സാധനങ്ങൾ അവിടെയുണ്ട്. നമ്മളിപ്പോ ഹൈറിച്ചിന്റെ വെബ്സൈറ്റ് തുറന്നു നോക്കിയാൽ തന്നെ ഇവിടെ കാണാം ഓരോ പ്രൊഡക്റ്റും. അപ്പോ ചില ആൾക്കാർക്ക് ധാരണ ഉണ്ടാവും ഇതിൽ ഇത്ര കാണുന്ന പ്രൊഡക്റ്റല്ലേ ഉള്ളൂ, ബാക്കി സാധനങ്ങളൊക്കെ എവിടെയാണ്? അതൊക്കെ ഉള്ളത് ഇവിടെ റീപർച്ചേസ് എന്ന് പറയുന്ന ഓപ്ഷനിലാണ്. അതിന് പകരമായിട്ടാണ് ഞാനിപ്പോൾ കാണിച്ചെന്ന മൊബൈൽ ആപ്പ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് സാധനം കാണുന്നത്. പക്ഷെ വെബ്സൈറ്റ് നമ്മൾ തുറന്നു നോക്കുമ്പോൾ ഈ കാണുന്ന പ്രൊഡക്റ്റ്, ഇതിൽ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് എടുത്തിട്ടാണ് കമ്പനിയുടെ ബിസിനസ്സിലേക്ക് നമുക്ക് എൻട്രി ആവേണ്ടത്. അപ്പൊ ഇതിൽ 750 രൂപ എന്ന് പറഞ്ഞത് 750 രൂപയുടെ ഒരു ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ കോഴ്സ് അടക്കമുണ്ട്. അതൊക്കെ നമ്മുടെ വെബ്സൈറ്റിൽ തന്നെ അപ്ലോഡായി നമുക്ക് അവിടെ നിന്നും ഇതിന്റെ വീഡിയോസ് ഒക്കെ കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഫസ്റ്റ് പർച്ചേസ്. നമ്മൾ 850 രൂപ അല്ലെങ്കിൽ 750 രൂപ കൊടുത്തിട്ട് ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യണം. അപ്പൊ നമ്മൾ എന്തായി, നമുക്കൊരു പ്രിവിലേജ് ID കിട്ടി. അങ്ങനെ പ്രിവിലേജ് ID കൊടുത്ത് കമ്പനിയിലേക്ക് എൻട്രി ചെയ്യുമ്പോൾ നമുക്ക് എത്ര വരുമാനം ഉണ്ടാക്കാൻ പറ്റും, ആ സാധ്യത നമുക്കൊന്ന് നോക്കാം. നമുക്ക് 2 ടൈപ്പിലുള്ള വരുമാനമാണ് ഉണ്ടാക്കുന്നത്. The number one is first purchase income, the second one is repurchase income. അത് രണ്ടും എന്താണെന്ന് നോക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് പർച്ചേസ് ഇൻകം തന്നെ നോക്കാം. എന്താണ് ഫസ്റ്റ് പർച്ചേസ് ഇൻകം? നമ്മൾ പറഞ്ഞ കമ്പനിയിലേക്ക് ഒരു വ്യക്തി ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ആദ്യമായിട്ട് ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യണം. അപ്പൊ അതിൽ നിന്നും ജനറേറ്റ് ആകുന്ന ഇൻകം തന്നെയാണ് ഫസ്റ്റ് പർച്ചേസ് ഇൻകം. അത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? ഇപ്പോ ഇവിടെ ഇരിക്കുന്നത് ഞാൻ ഷിജിത്ത് തന്നെയാണെന്ന് വിചാരിക്കാം. അപ്പൊ ഇതിൽ ചെറുതായിട്ട് ഒരു ടേംസ് നമുക്ക് പഠിക്കാനുണ്ട്, BV. BV എന്ന് വെച്ചാൽ എന്താണ്, ബിസിനസ് വോളിയം. അപ്പോ ഓരോ വ്യക്തി കമ്പനിയിലേക്ക് വരുമ്പോഴും എത്ര ബിസിനസ് വോളിയമാണ് കിട്ടുന്നത്? ദാറ്റ് ഈസ് 200. ഇപ്പോ ഷിജിത്തിന്റെ ലെഫ്റ്റ് സൈഡിൽ ഒരു വ്യക്തി ജോയിൻ ചെയ്യുമ്പോൾ, ഷിജിത്തിന്റെ ഫ്രണ്ട് ജോയിൻ ചെയ്യുമ്പോൾ ഷിജിത്തിന് എന്താണ്, 200 ബിസിനസ് വോളിയമാണ് കിട്ടുന്നത്. അതുപോലെ ഷിജിത്തിന്റെ റൈറ്റ് സൈഡിൽ ഒരു വ്യക്തി ജോയിൻ ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിലും 200 BV കിട്ടുന്നു. അപ്പോ അന്ന് ഈ രണ്ട് ലെഫ്റ്റും റൈറ്റും മാച്ച് ആകുമ്പോഴാണ് എന്ത്, അന്ന് ഏകദേശം 200 രൂപ നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്നത്. 5% TDS ഡിഡക്ഷൻ ഉണ്ട്. അപ്പൊ 190 രൂപയാണ് നമുക്ക് ആക്ച്വലി അക്കൗണ്ടിലേക്ക് വരുന്നത്. ഞാനൊന്ന് റൗണ്ട് ഓഫ് ചെയ്തിട്ട് 200 തന്നെയാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പോ ഇവിടെ എന്താണ്, ഇപ്പൊ അഖിൽ വന്നു, അഖിലിന്റെ താഴെ അഖിലിന്റെ കൂട്ടുകാരൊക്കെ വരുമ്പോൾ ഓരോ ആക്ടിവേഷനും എന്താണ് 200 BV വെച്ച് ഷിജിത്തിന് കിട്ടിക്കൊണ്ടിരിക്കും. അതുപോലെ റൈറ്റ് സൈഡിലും എത്ര ആക്ടിവേഷൻ. ഇപ്പം അതുകൊണ്ടാണ് നിങ്ങൾ കമ്പനിയിലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ നന്നായി വർക്ക് ചെയ്യുന്ന 2 കൂട്ടുകാരെ കിട്ടിയാൽ തന്നെ നിങ്ങൾ രക്ഷപ്പെട്ടു എന്ന് പറയുന്നത്. എന്താണെന്ന് വെച്ചാൽ അവർ കൊണ്ടുവരുന്ന ഓരോ ആക്ടിവേഷനും എന്താണ്, നിങ്ങളുടെ ഓരോ സൈഡിൽ 200 BV വെച്ച് നിങ്ങൾക്ക് കയറിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ ഇങ്ങനെ പോയാൽ ഇതിനൊരു ലിമിറ്റ് ഇല്ലേ? നമുക്ക് എത്ര രൂപ വരെ കമ്പനി ലിമിറ്റ് ചെയ്തിട്ടുണ്ട് അത് നമുക്ക് അറിയണം അല്ലെ? യെസ്, ഇതിന് ഒരു ലിമിറ്റ് ഉണ്ട്. കമ്പനി പറയുന്നത് ഏകദേശം 25 ആക്ടിവേഷൻ നിങ്ങളുടെ ലെഫ്റ്റ് സൈഡും അതുപോലെ 25 ആക്ടിവേഷൻ നിങ്ങളുടെ റൈറ്റ് സൈഡിലും ഒരു ദിവസം സംഭവിക്കുകയാണെങ്കിൽ കമ്പനി അവിടെ അന്നത്തെ മാക്സിമം എമൗണ്ട് ആയ 5000 രൂപ, ദാറ്റ് ഈസ് കോൾഡ് ആസ് സീലിംഗ് എമൗണ്ട്. അതിനെയാണ് സീലിംഗ്. നമ്മളെല്ലാം സ്റ്റാറ്റസും പല ലീഡേഴ്സിന്റെയും സ്റ്റാറ്റസ് കാണും അല്ലെ,
സീലിംഗ് അച്ചീവർ, ഡിജിറ്റൽ സീലിംഗ് അച്ചീവർ. ഈ സീലിംഗ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ ഒരു ഐഡിയയുടെ മാക്സിമം ലിമിറ്റ് അറ്റൈൻ ചെയ്തു എന്നാണ്. അപ്പൊ മാക്സിമം ലിമിറ്റ് എന്തുകൊണ്ടാണ് കമ്പനി വെച്ചത്? ഇപ്പൊ ഇവിടെ 25 ആക്ടിവേഷൻ നിങ്ങൾ തന്നെ കൊണ്ടുവരണം എന്നില്ല. നിങ്ങളുടെ കൂട്ടുകാർ കൊണ്ടുവന്നാലും മതി. നിങ്ങൾ ഒരു 5 ആക്ടിവേഷൻ കൊണ്ടുവന്നു, നിങ്ങൾ കൊണ്ടുവന്ന 10 ആൾക്കാർ എന്ത് ചെയ്തു? അവർ രണ്ട് ആക്ടിവേഷൻ വെച്ച് കൊണ്ടുവന്നു. അപ്പോഴെന്തായി? നിങ്ങളുടെ ഒരു സൈഡിൽ 25 ആയോ? അതുപോലെ നിങ്ങളുടെ റൈറ്റ് സൈഡിൽ. ഇങ്ങനെ എപ്പോഴാണോ സംഭവിക്കുന്നത് അപ്പോഴാണ് നിങ്ങൾ സീലിംഗ് അച്ചീവ്മെന്റ് ആവുന്നത്. അപ്പൊ ഇതിൽ കൂടുതൽ സംഭവിച്ചാൽ എന്താണ്? കമ്പനി അതുകൊണ്ടാണ് 25 എന്ന ലിമിറ്റ് വെച്ചത്. അപ്പോൾ നമുക്കെല്ലാം എന്താണ്? ഒരു പാൻ കാർഡിൽ 3 ID എടുക്കാൻ പറ്റും. അപ്പോൾ ഒരു IDയിൽ ഏകദേശം 5000 രൂപ പെർ ഡേ വരുമാനം ഉണ്ടെങ്കിൽ 3 IDയിൽ എത്രയാണ്? 5000 വെച്ച് പെർ ഡേ നിങ്ങൾക്ക് 15,000 വരെ വരുമാനം ഉണ്ടാക്കാം. അപ്പോ കൂടുതൽ കാര്യങ്ങൾ, വരുമാനങ്ങൾ, ഇത്ര ലക്ഷങ്ങളുടെ കണക്കൊന്നും ഞാൻ ഇവിടെ പറയുന്നില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഇത് മേടിക്കുന്ന വ്യക്തികൾ തന്നെയാണ് നമ്മുടെ അപ്ലൈനിൽ ടോപ്പിലിരിക്കുന്ന വിവിധ റാങ്കിലുള്ള വ്യത്യസ്തമായ ലീഡേഴ്സ്. അപ്പൊ നിങ്ങൾക്കും ഇതെന്താണ്? തീർച്ചയായും ലഭിക്കുന്നതാണ്. ഞാൻ ഇന്ന വ്യക്തിയുടെ താഴെ വന്നതുകൊണ്ട് എനിക്ക് അച്ചീവ്മെന്റ് കിട്ടില്ല, അങ്ങനെയൊന്നുമില്ല. എല്ലാവർക്കും വരുമാനമാണ്. എല്ലാവർക്കും എന്താണ്? നിങ്ങളുടെ മുകളിലുള്ള അപ്ലൈൻ 25 ലിമിറ്റ് ചെയ്യുമ്പോൾ അതിൽ ക്രോസ് ചെയ്താൽ അവർക്ക് കാര്യമില്ല. പിന്നെ നിങ്ങൾക്കാണ് ബെനിഫിറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ഒരു ടീമിലേക്ക് വരുമ്പോൾ എല്ലാവരും വിജയിക്കും. എല്ലാവരും ഒരേ യൂണിഫോമിറ്റി, എല്ലാവർക്കും ഒരേപോലെയാണ്. അതുകൊണ്ട് ഇവിടെ നിങ്ങൾ മുകളിലായെന്നോ താഴെ ആയെന്നോ അതിലൊന്നും ഒരു അർത്ഥവുമില്ല. കമ്പനി എല്ലാവർക്കും ഒരേ പ്ലാറ്റ്ഫോം തന്നെയാണ് തന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ അടുത്ത ഒരു ഇൻകം ആണ് റീപർച്ചേസ് ഇൻകം. അപ്പോൾ റീപർച്ചേസ് ഇൻകവും ഫസ്റ്റ് പർച്ചേസ് ഇൻകവും ഇതിൽ ഏതാണ് പവർഫുൾ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും റീപർച്ചേസ് ഇൻകം തന്നെയാണ് ദ മോസ്റ്റ് പവർഫുൾ. അതെന്താണെന്ന് വെച്ചാൽ ചെറിയൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. സെയിം ഷിജിത്ത് ഇവിടെ വന്നിട്ടുണ്ട്. ഷിജിത്തിന്റെ കൂടെ ഏകദേശം 10 കൂട്ടുകാര് കമ്പനിയുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് അത് അസോസിയേറ്റ് ചെയ്യുന്നത്? ഇപ്പോൾ എനിക്ക് അതേപോലെ നിങ്ങൾക്ക് ഒരു ID പാസ്വേഡ് കിട്ടിയിട്ടുണ്ടാവും അല്ലെ? അപ്പൊ ആ ഒരു ID നമ്മൾ കണ്ടിട്ടില്ലേ? ചില പ്ലേ സ്റ്റോറിൽ ചില ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമ്മുടെ കൂട്ടുകാർ ഷെയർ ചെയ്ത് തന്നിട്ടുണ്ടാവും. എന്റെ റെഫറൽ ID വെച്ചിട്ട് നീ എന്തായാലും രജിസ്റ്റർ ചെയ്യണം. അപ്പൊ ആ ഒരു റെഫറൽ ID, നമുക്ക് കിട്ടിയ ID എന്താണോ ആ ID വെച്ചിട്ടാണ് നമ്മുടെ കൂട്ടുകാരൊക്കെ നമ്മൾ ജോയിൻ ചെയ്യിപ്പിക്കുന്നത്. അങ്ങനെ നമ്മുടെ ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ IDയിൽ വന്ന കൂട്ടുകാരൊക്കെ എന്താണ്? നമ്മുടെ ഫസ്റ്റ് ലെവൽ മെമ്പേഴ്സ് ആണെന്ന് നമുക്ക് പറയാം. അപ്പോൾ ഷിജിത്തിന്റെ കൂടെ വന്ന ജിത്തിനെ ആയാലും ശരി, ഷീബ, ഷീന, വിജു ആയാലും ഇതൊക്കെ ഷിജിത്തിന്റെ ഫ്രണ്ടാണ് അല്ലെ? പക്ഷെ ഇവരുടെ ഫ്രണ്ടിനെ എന്താണ് ഷിജിത്തിന് അറിയില്ല. അപ്പൊ ഇവരൊക്കെ എന്താണ്? ഈ ഫസ്റ്റ് ലെവലിലുള്ള ഷിജിത്തിന്റെ ഡയറക്റ്റ് ആയിട്ടുള്ള ഫ്രണ്ട്സ് ഒക്കെ അവരുടെ ഫ്രണ്ട്സിനെ കമ്പനിയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യും. എന്നാൽ അവരൊക്കെ ഷിജിത്തിന്റെ സെക്കൻഡ് ലെവൽ മെമ്പേഴ്സ് ആണ്. അങ്ങനെ ഈ ഒരു ട്രീ എന്താണ്? ഇത് താഴേക്ക് പോയിക്കൊണ്ടിരിക്കും. അപ്പൊ ഷിജിത്തിന് എന്താണ്? ഫസ്റ്റ് ലെവൽ ഉണ്ട്, സെക്കൻഡ് ലെവൽ ഉണ്ട്, തേർഡ് ലെവൽ ഉണ്ട്. അങ്ങനെ ഏകദേശം 18 ലെവൽ മെമ്പേഴ്സ് ഷിജിത്തിന് ഉണ്ടാവും. അപ്പൊ എന്തുകൊണ്ടാണ് ഞാൻ ഈ മെമ്പേഴ്സിന്റെ ഇത്രയും ലെവലിന്റെ കാര്യം പറഞ്ഞെന്ന് വെച്ചാൽ അതിനൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ത്രൂ തന്നെ നമുക്ക് മനസ്സിലാക്കാം. ദ നമ്പർ 1 ഈസ് ഷിജിത്തിന്റെ ഡയറക്റ്റ് ആയിട്ട് റെഫറൽ വന്നതാണ് ഷീബ മാഡം. ഷീബ മാഡത്തിന്റെ റെഫറൽ വന്നതാണ് അനില മാഡം. അനില മാഡത്തിന്റെ റെഫറൽ വന്നതാണ് റിജോയ് സാർ. അപ്പൊ റിജോയ് സാർ കമ്പനിയിൽ നിന്നും കുറച്ച് സാധനങ്ങൾ റിജോയ് സാറിന്റെ വീട്ടിലേക്ക് പർച്ചേസ് ചെയ്യുകയുണ്ടായി. അപ്പൊ അതിന്റെ ബില്ലാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, ഈ ഒരു ബില്ലിൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ ഏറ്റവും ടോട്ടൽ എമൗണ്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ അതിന് തൊട്ടടുത്തുള്ള കോളത്തിൽ ഒരു SI എന്ന് പറയുന്ന ഒരു കോളം ഉണ്ട്, സെയിൽസ് ഇൻസെന്റീവ്. ഓരോ സാധനത്തിനും ഒരു നിശ്ചിത സെയിൽസ് ഇൻസെന്റീവ് ആണ് കമ്പനി കൊടുക്കുന്നത്. അപ്പൊ ഏകദേശം 500 രൂപക്ക് റിജോയ് പർച്ചേസ് ചെയ്തപ്പോ ഈ ഒരു സെയിൽസ് ഇൻസെന്റീവ് മുഴുവൻ കൂട്ടിക്കഴിഞ്ഞാൽ ഏകദേശം 31 രൂപയാണ് അവിടെ ഉണ്ടായത്. അപ്പൊ ഞാൻ പറഞ്ഞു ഷിജിത്തിന്റെ താഴെയുള്ള ഷീബ ഫസ്റ്റ് ലെവൽ, ഷീബയുടെ ഫ്രണ്ട് അനില സെക്കൻഡ് ലെവൽ, ഷിജിത്തിന്റെ സെക്കൻഡ് ലെവലായി. ഷിജിത്തിന്റെ തേർഡ് ലെവലിലുള്ള ഒരു മെമ്പറാണ് സാധനം പർച്ചേസ് ചെയ്തത്. അപ്പൊ ഈ മെമ്പറിനെ ഡയറക്റ്റ് ആയിട്ട് കൊണ്ടുവന്നത് ആരാണ്? അനില മാഡമാണ്. അപ്പോ ഡയറക്റ്റ് ആയിട്ട് കൊണ്ടുവന്നത് കൊണ്ട് തന്നെ 500 രൂപക്ക് സാധനം മേടിച്ച റിജോയുടെ ടോട്ടൽ സെയിൽസ് ഇൻസെന്റീവ് 31 രൂപയാണെങ്കിൽ അതിന്റെ 50% 15 രൂപ 54 പൈസ ഡയറക്റ്റ് ആയിട്ട് പോകുന്നത് ആർക്കാണ്? അനില മാഡത്തിനാണ്. നമ്മൾ കൊണ്ടുവരുന്ന വ്യക്തികൾ എന്ത് സാധനം മേടിച്ചാലും അതിൽ ക്രിയേറ്റ് ആയിപ്പെടുന്ന ടോട്ടൽ സെയിൽസ് ഇൻസെന്റീവിന്റെ 50% പോകുന്നത് ആരാണോ ആ വ്യക്തിയെ കമ്പനിയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത് അതാണ്. ഇപ്പൊ നിങ്ങൾ ഈ വീഡിയോ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്കൊക്കെ കൂട്ടുകാരുണ്ടാവും അല്ലെ?
നിങ്ങളൊക്കെ അവരെ ഡയറക്റ്റ് ആയിട്ട് നിങ്ങളുടെ ഐഡിയിൽ കൊണ്ടുവരുമ്പോൾ എന്താണ്, അവരും ഇതുപോലെ സാധനം മേടിക്കുമ്പോൾ അവിടെ ക്രിയേറ്റ് ചെയ്യുന്ന ടോട്ടൽ പെർസെൻറ്റേജിന്റെ ടോട്ടൽ എമൗണ്ടിന്റെ സെയിൽസ് ഇൻസെന്റേറ്റിന് 50% നിങ്ങൾക്ക് കിട്ടും. ദാറ്റ് മീൻസ് ഇവിടെ 31 രൂപയാണെങ്കിൽ 31 രൂപ 1 രൂപയാണെങ്കിൽ 15 രൂപ 54 പൈസ ഡയറക്റ്റ് ആയിട്ട് കിട്ടുന്നത് അനില മാഡത്തിനാണ് അല്ലെ. ഇത് അനില മാഡത്തിന്റെ, എന്റെ ടീമിൽ വന്ന അനില മാഡത്തിന്റെ സ്ക്രീൻഷോട്ട് ആണ്, നമ്മുടെ ഗ്രൂപ്പിൽ ഇട്ടതാണ്. എക്സാക്ട്ലി 15.54. അപ്പോ ഇതിനെ ഇനി നിങ്ങൾ എന്ത് ചെയ്യണം? അപ്പൊ ഷിജിത്തിന് എത്ര രൂപ കിട്ടി? അപ്പൊ ആ ഒരു പെർസെന്റേജ് ആണ് ഇവിടെ കമ്പനി കൊടുത്തത്, 50%. ഫസ്റ്റ് ഡയറക്ടർ റെഫറലായി കൊണ്ടുവരുന്ന വ്യക്തിക്ക് 15, സെക്കൻഡ് ലെവലിലുള്ളത് 15, തേർഡ് ലെവൽ 10, 5, 2.5 എന്നിങ്ങനെ എന്താണ് 18 ലെവൽ വരെ ഓരോ പെർസെന്റേജും കമ്പനി ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോ അവിടെ കിട്ടിയ 31 രൂപയിൽ ഷിജിത്തിന് തേർഡ് ലെവലായ ഷിജിത്തിന് എത്രയാണ്? 5 രൂപയാണ് കിട്ടിയത്. അപ്പൊ ഇതൊരു ചെറിയൊരു എമൗണ്ട് ആയിട്ട് നിങ്ങൾ ഇവിടെ കാണരുത്. നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിനെ നിങ്ങൾ കുറച്ച് ഫ്യൂച്ചറിലേക്ക് ഒന്ന് എക്സ്പാൻഡ് ചെയ്യാൻ, തിങ്ക് ചെയ്യാൻ ഒന്ന് ശ്രമിക്കുക. ഷിജിത്ത് ഇന്ന് 10 പേരെ കമ്പനിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഈ 10 കൂട്ടുകാരും അവരുടെ 10 കൂട്ടുകാരെ കമ്പനിയിലേക്ക് കൊണ്ടുവരുമ്പോൾ ഏകദേശം 100 മെമ്പേഴ്സ് അടങ്ങുന്ന ടീമായിട്ട് ഷിജിത്തിന്റെ സെക്കൻഡ് ലെവൽ മാറും. ഈ 100 മെമ്പേഴ്സും വീണ്ടും 10 പേരെ കൊണ്ടുവരുമ്പോൾ ഷിജിത്തിന്റെ തേർഡ് ലെവലിൽ ഏകദേശം 1000 മെമ്പേഴ്സ് ഉണ്ടാവും. അവിടെ നിന്ന് 10 വരുമ്പോൾ ഫോർത്ത് ലെവൽ ഈസ് 10,000 ആൻഡ് ദ ഫിഫ്ത്ത് ലെവൽ ഈസ് 1 lakh. ഞാൻ 1 lakh പറഞ്ഞ് നിങ്ങൾ വിഷമിപ്പിക്കുന്നില്ല, അതിന്റെ 50% എടുത്തു, ദാറ്റ് ഈസ് 50,000. ഏകദേശം അഞ്ചാമത്തെ ലെവലിൽ എന്ന് പറയുന്ന വ്യക്തിക്ക് 500 രൂപക്ക് സാധനം മേടിക്കുമ്പോൾ കിട്ടിയ 1 രൂപ 25 പൈസ മതി നിങ്ങൾക്ക് അന്നത്തെ ദിവസം അക്കൗണ്ടിൽ 62,500 രൂപ വരാൻ. അപ്പൊ ഈ ഒരു കാണുന്ന ചെറിയ പെർസെന്റേജിന്റെ മൂല്യം നിങ്ങൾക്ക് ഭാവിയിലേക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹൈറിച്ചിൽ വിജയിച്ചിരിക്കും. അങ്ങനെ വിജയിച്ചത് തന്നെയാണ് നമ്മുടെ ഗ്രേറ്റ് ലീഡേഴ്സ് ഒക്കെ. ഫോർ എക്സാമ്പിൾ നമ്മുടെ ബഷീർ സാറും ശ്രീജിത്ത് സാറും ഇവരൊക്കെ കമ്പനിയുടെ നമ്മുടെ ഗ്രേറ്റ് MD പ്ലാൻ പറഞ്ഞപ്പോ അന്ന് ഇവിടെ ഒരു സ്റ്റോർ റൂം ഉണ്ടായിരുന്നില്ല, ഒരു വെയർ ഹൗസ് ഉണ്ടായിരുന്നില്ല. പക്ഷേ നമ്മുടെ ഗ്രേറ്റ് MDയുടെ ആ ഒരു വിഷൻ, ആ ഒരു പ്ലാൻ നെഞ്ചിലേറ്റി ഇത് വരുമെന്ന കോൺഫിഡൻസോടെ ടീം ബിൽഡ് ചെയ്യാൻ തുടങ്ങിയതാണ് ബഷീർ സാറൊക്കെ. അപ്പോ അന്ന് എത്ര ഇപ്പൊ നമ്മളൊക്കെ എന്താണ് ഒരു കൂട്ടുകാരോട് പറയുമ്പോൾ 1000 ഡൗട്ടും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ആ ലീഡേഴ്സ് ഒക്കെ അന്ന് എങ്ങനെ ടീം ഉണ്ടാക്കിയെന്ന് ഞാൻ അത്ഭുതപ്പെടുന്നു. നമ്മുടെ കയ്യിൽ ഇത്രയും സിമ്പിൾ ആയി കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് ഇപ്പോഴും നമുക്ക് ടീം ബിൽഡ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോ നമ്മൾ എന്ത് ചെയ്യുക, അവരൊക്കെ അന്ന് അനുകരിച്ചതിന്റെ റിസൾട്ട് ആണ്. അന്ന് ഏകദേശം 5 lakhs മെമ്പേഴ്സ് ഒക്കെ ആകുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യുക, 5 lakhs നിന്ന് കിട്ടുന്ന 1 രൂപയുടെ വോളിയം എത്രയായെന്ന് നിങ്ങൾ ആലോചിക്കുക. അപ്പൊ നമ്മൾ ഒട്ടും ലേറ്റ് ആയിട്ടില്ല. ഇന്ന് ഏകദേശം ഹൈറിച്ച് എന്താണ് 11 ലക്ഷത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ ടോട്ടൽ ഇന്ത്യയിലേക്ക് പോകാൻ പോകുന്ന ഈ ഒരു ഹൈറിച്ചിൽ 130 കോടി ജനങ്ങൾ ഇനിയും ഉണ്ടത്രേ. കേരളം തന്നെ എടുത്താൽ അതിൽ 3.5-4 കോടി ജനങ്ങൾ ഇനിയും ഉണ്ടത്രേ. അപ്പോൾ നിങ്ങൾക്ക് ഒട്ടും സമയം കളയാനില്ല. ഈ ഒരു വിഷൻ കമ്പനിയുടെ ഏറ്റവും അട്രാക്റ്റീവായിട്ട് എനിക്ക് തോന്നിയത് ഈ ഒരു റീപർച്ചേസ് ആണ്. ഈ ഒരു റീപർച്ചേസ് നിങ്ങൾക്ക് ഫ്യൂച്ചറിലേക്ക് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒട്ടും സമയം കളയാനില്ല. നാളെ തൊട്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ ടീം എക്സ്പാൻഡ് ചെയ്യാൻ തുടങ്ങുക. ആ കാര്യങ്ങൾ ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇത് കമ്പനിയുടെ ഞാൻ 2 ഓപ്ഷൻ പറഞ്ഞത്, ബൈനറി അല്ലെങ്കിൽ ഫസ്റ്റ് പർച്ചേസ് ഇൻകം എന്താണ്, റീപർച്ചേസ് ഇൻകം എന്താണ്. അപ്പൊ റീപർച്ചേസ് ഇൻകത്തിന്റെ ഫ്യൂച്ചറും കാര്യങ്ങളും പവറും ഞാനിവിടെ പറഞ്ഞു. ഇനി നമുക്ക് എന്താണ് ഒരു പ്ലാനും കൂടെ പഠിക്കാനുണ്ട്, ദാറ്റ് ഈസ് ഡിജിറ്റൽ. അപ്പൊ ഡിജിറ്റൽ പ്ലാൻ എന്താണ്? അപ്പോൾ ഡിജിറ്റലിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്താണ് ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഒക്കെ നമുക്ക് പല ഡൗട്ടും ഉണ്ടാവും അല്ലെ. ഡിജിറ്റലിലേക്ക് കടക്കുമ്പോൾ ഡിജിറ്റലിൽ കുറെ ടൈപ്പ് നമ്മളെല്ലാം കേട്ടിട്ടുണ്ട്. അതിൽ കുറെ വരുമാനം കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ കുറെ അവാർഡ്സ് ഉണ്ട്. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പലതായിട്ട് പ്ലാനിലും കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലെ. അതിൽ നമ്പർ 1 ഈസ് പൂൾ ഇൻകം. പൂൾ ഇൻകം എന്താണ്? നമ്മുടെ കമ്പനി എന്ത് ചെയ്യും? കമ്പനി സോഷ്യൽ മീഡിയ വഴിയൊക്കെ എന്താണ് കമ്പനിയെ പ്രൊമോട്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും, ഡിജിറ്റൽ മാർക്കറ്റിംഗ്. അതിന് എക്സാമ്പിൾ വെച്ചാൽ ഇന്ന് ഇവിടെയുള്ള ടീമിലുള്ള രമ്യ മാഡം എന്താണ് മൊബൈൽ ഉപയോഗിച്ചിട്ട് ഫേസ്ബുക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ അവിടെയാണ് ഒരു ആഡ് കാണുന്നത്. നിങ്ങളുടെ വീട്ടിലേക്ക് വിലക്കുറവിൽ സാധനങ്ങൾ ഹൈറിച്ച് എത്തിച്ചു തരുന്നു, ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ എന്തെങ്കിലും ആഡ് വരുമ്പോൾ രമ്യ മാഡം വെച്ചാൽ കൊള്ളാലോ, അത് വെച്ച് ക്ലിക്ക് ചെയ്ത് ഉള്ളിൽ കയറി വേണ്ട സാധനങ്ങളൊക്കെ അവിടെ നിന്ന് മേടിച്ചു. അപ്പോൾ രമ്യ മാഡത്തിന് നല്ലൊരു ഡിസ്കൗണ്ട് കിട്ടി. പക്ഷെ അവിടെ എന്താണ് സംഭവിക്കുന്നത്? അവിടെ സ്പോൺസർ ഇല്ല.
കമ്പനിക്ക് കിട്ടിയ ലാഭം ഡയറക്റ്റ് ആയിട്ട് കമ്പനി എന്ത് ചെയ്യും, ഒരു പൂളിലേക്ക് അവിടെ മാറ്റി വെക്കും. അപ്പൊ ഏകദേശം ഒരു 5 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ എന്താണ്, ഏകദേശം 2.5 ലക്ഷം രൂപ 2 ലക്ഷമായിട്ട് അവിടെ 50% ആയിട്ട് മാറ്റി വെക്കും. അപ്പൊ എത്ര വ്യക്തികൾ ഡിജിറ്റൽ ഐ ഡി എടുത്ത് കമ്പനിയിലേക്ക് വന്നിട്ടുണ്ടോ അവർക്കൊക്കെ കമ്പനി എന്താണ് ആ ഒരു പൂൾ ഇൻകം ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കും എല്ലാ ആഴ്ചയും. അപ്പൊ എത്ര രൂപ വരെ നമുക്ക് കിട്ടും? ഇപ്പൊ കമ്പനി കൊടുക്കുന്നത് 30,000 രൂപ വരെയാണ്. 12,000 രൂപ കൊടുത്ത് നമ്മൾ ഡിജിറ്റൽ ആക്ടിവേഷൻ എടുക്കുമ്പോൾ ഒരു ഐഡിയയിൽ 30,000 രൂപ വരെ കമ്പനി ഡിജിറ്റൽ പൂളിലൂടെ കിട്ടുന്ന വരുമ്പോൾ കമ്പനിക്ക് കിട്ടുന്ന പ്രോഫിറ്റ് എന്താണ് കമ്പനി ഇങ്ങനെ കൊടുക്കുന്നു. ദി സെക്കൻഡ് വൺ ഈസ് റഫറൽ ഇൻകം. എന്താണ് റഫറൽ? നമ്മൾ ഓരോ ഡിജിറ്റൽ ആക്ടിവേഷനും ഡിജിറ്റൽ മെമ്പറിനെയും കമ്പനിയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഏകദേശം 1000 രൂപ വെച്ചിട്ടാണ് റഫറൽ ഇൻകം ആയിട്ട് കിട്ടുന്നത്. ഓരോ ആക്ടിവേഷനും 1000 രൂപ. അപ്പോൾ ഇവിടെ 3 ആക്ടിവേഷന് 3000 രൂപ. ഇവിടെ 3 ഞാൻ ലിമിറ്റ് ചെയ്തതല്ല, നിങ്ങൾ 10 പേരെ കൊണ്ടുവന്നാൽ എന്താണ് 10,000 രൂപയായി. പിന്നീട് വരുന്നതാണ് ബൈനറി പെയർ മാച്ചിങ് ഇൻകം എന്ന് പറയും. അപ്പൊ നിങ്ങൾക്ക് ലെഫ്റ്റും റൈറ്റും ആണ് നിങ്ങളിപ്പോൾ മെമ്പേഴ്സിനെ ആഡ് ചെയ്യുന്നല്ലേ. കമ്പനി ചെറുതായിട്ടൊരു സ്റ്റാർട്ടിങ്ങിൽ ഒരു ഇത് വെച്ചിട്ടുണ്ട്, 2:1 എന്ന പ്രൊപ്പോർഷനിലായിരിക്കണം ഡിജിറ്റൽ ഐ ഡി ആദ്യം എൻട്രി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പെയർ മാച്ച് കിട്ടുന്നത്. ദാറ്റ് മീൻസ് നിങ്ങളുടെ ലെഫ്റ്റ് സൈഡ് ഐദർ ലെഫ്റ്റ് സൈഡ് ഓർ റൈറ്റ് സൈഡ് ഏതെങ്കിലും ഒരു സൈഡ് 2 ആക്ടിവേഷൻ ഡിജിറ്റൽ നടക്കണം, അല്ലെങ്കിൽ മറ്റേ സൈഡ് ഒരു ആക്ടിവേഷൻ. അപ്പൊ നിങ്ങൾ ഏകദേശം 4 വ്യക്തികളെ ഡയറക്റ്റ് ആയി 2 പേരെ നിങ്ങളുടെ ലെഫ്റ്റ് 2 പേരെ റൈറ്റ് ആയിട്ട് ജോയിൻ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്താണ് ഏകദേശം പെയർ മാച്ച് ആയിട്ട് 2000 രൂപ കിട്ടും. ഓക്കെ, ഓരോ പെയർ മാച്ചിനും എത്രയാണ് 1000 രൂപ വെച്ചിട്ടാണ് കമ്പനി തരുന്നത്. അപ്പോൾ ഇതിലും ലിമിറ്റ് ഇല്ലേ? യെസ്, ഒബ്വിയസ്ലി ഉണ്ട്. 10 ആക്ടിവേഷൻ ലെഫ്റ്റും നിങ്ങളുടെ 10 ആക്ടിവേഷൻ റൈറ്റും നടക്കുമ്പോഴാണ് കമ്പനി അവിടെ ലിമിറ്റ് വെച്ചിട്ടുണ്ട് ഏകദേശം ഒരു ഐഡിയയിൽ 10,000 രൂപ. അതിനെയാണ് ഡിജിറ്റൽ സീലിംഗ് എന്ന് പറയുന്നത്. സ്റ്റാറ്റസുകളിൽ എപ്പോഴും നിങ്ങൾ കാണുന്നുണ്ടാവും ഡിജിറ്റൽ സീലിംഗ് അച്ചീവേഴ്സ്, യെസ് ടുഡേസ് ഇൻകം 10,000, ദിസ് ഇസ് ദ വേ. ഇങ്ങനെയാണ് അത് കിട്ടുന്നത്. അപ്പോൾ ഇതിൽ കൂടുതൽ ആക്ടിവേഷൻ നടന്നാൽ എന്ത് ചെയ്യും? അത് നിങ്ങൾക്ക് കിട്ടില്ല. അത് വാഷ് ഔട്ട് ആയിട്ട് പോകും. നിങ്ങൾക്ക് എന്താണ് 10 എൻട്രി ലെഫ്റ്റും റൈറ്റും നടക്കുമ്പോൾ മാത്രമാണ് ഇവിടെ നിങ്ങൾക്ക് എന്താണ് 10,000 രൂപ സീലിംഗ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ മുകളിലോ താഴെയോ ആയി പോയി എന്നുള്ള നിരാശ വേണ്ട. നിങ്ങളുടെ മുകളിലുള്ള ആൾക്കാർക്ക് ഇന്ന് 10,000 കിട്ടുന്നുണ്ടെങ്കിൽ നാളെ നിങ്ങൾക്കാണ് അത് കിട്ടുന്നത്. അതുമൂലം അവർക്കൊരു ബെനിഫിറ്റ് ഉണ്ടാവുന്നില്ല. അവിടെയാണ് കമ്പനി എല്ലാവർക്കും ഈക്വാലിറ്റി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് അവിടെ വെച്ചത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ടോട്ടൽ നമ്മുടെ ഇൻകം ജനറേഷൻ എത്രയാണ്? നമുക്കറിയാം പ്രിവിലേജ് ഐ ഡി 800 രൂപ കൊടുത്തിട്ട് വരുമ്പോൾ അതിലുള്ള ഒരു ഐഡിയുടെ സീലിംഗ് എന്താണ് 5000 രൂപയാണ്, ഡിജിറ്റലിൽ 10,000 രൂപ. അപ്പോൾ ഒരു ഐഡിയിൽ എത്രയാണ് 15,000 രൂപ പെർ ഡേ. ദാറ്റ് മീൻസ് പെർ മന്ത് 4,50,000. അങ്ങനെ 3 ഐ ഡി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ എത്രയാണ്? ദാറ്റ് മീൻസ് ടോട്ടലി 13.5 lakhs. ദാറ്റ് ഈസ് വിത്തൗട്ട് റീപർച്ചേസ്, ഓൺലി ദ ബൈനറി. അപ്പോഴും ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടാവും, ഇങ്ങനെയൊക്കെ മേടിക്കുന്നവരുണ്ടോ? ഉണ്ട്, തീർച്ചയായും കമ്പനിയിൽ തന്നെയുണ്ട്. അവരുടെ ഡീറ്റെയിൽസ് ഒക്കെ ഞാനിപ്പോൾ കാണിച്ചു തരാം. അപ്പൊ കമ്പനി അടുത്തതായിട്ട് തരുന്നത് ഒരു അച്ചീവ്മെന്റ്സ് കൂടി ഉണ്ട്. നിങ്ങൾ 3 ഡിജിറ്റൽ ഐ ഡി ആക്കുമ്പോൾ തന്നെ എന്താണ് നിങ്ങൾ ബ്രൗൺസ് എന്ന കമ്പനിയുടെ ഓരോ റോയലിറ്റി തരുന്നുണ്ട്. ബ്രൗൺസ് എന്ന കാറ്റഗറിയിലേക്ക് നിങ്ങൾ മൂവ് ആവും. അപ്പൊ അതിന്റെ കൂടെ കമ്പനി എന്താണ് നിങ്ങൾക്ക് ഒരു കുമരകൻ ട്രിപ്പ് കൂടെ കമ്പനി തരുന്നുണ്ട്. ഇപ്പൊ കൊറോണ ആയതുകൊണ്ട് അത് നടക്കാൻ പറ്റാത്തത് കൊണ്ട് കമ്പനി അതിന്റെ എമൗണ്ട് ആണ് നിങ്ങൾക്ക് തരുന്നത്. അപ്പൊ നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഈ 3 വ്യക്തികളും വീണ്ടും 3 വ്യക്തികളെ കമ്പനിയിലേക്ക് കൊണ്ടുവരുമ്പോൾ നിങ്ങൾ ബ്രൗൺസിൽ നിന്നും എന്തായി സിൽവർ എന്ന റാങ്കിലേക്ക് മാറി. അപ്പോൾ ഈ ഒരു താഴെയുള്ള വ്യക്തികളൊക്കെ എന്താണ് നിങ്ങളുടെ കൂടെ വന്നവര്, അവർ ബ്രൗൺസ് എന്ന റാങ്കിൽ എത്തി. പിന്നെ വീണ്ടും അവിടെ റിപ്ലിക്കേഷൻ 3 ആക്ടിവേഷൻ താഴെ വരുമ്പോൾ നിങ്ങൾ ബ്രൗൺസിൽ നിന്നും സിൽവർ, ദെൻ ഗോൾഡ്, പ്ലാറ്റിനം, സഫയർ, പേൾ, റൂബി എന്നീ റാങ്കുകളിലേക്ക് കടന്നു പോകുന്നു. അതുകൊണ്ടാണ് നമ്മുടെ രമ്യ മാഡം ആദ്യം പറഞ്ഞത് റൂബി റാങ്കിൽ ഏകദേശം 2 വ്യക്തികൾ മാത്രമാണ് ഇന്നുള്ളത്, ശ്രീജിത്ത് സാറും ബഷീർ സാറും. അപ്പോൾ ഇവിടെ കാണുന്ന പല ലീഡേഴ്സും നിങ്ങളുടെ ഓരോ റാങ്കിലുള്ളവരായിരിക്കും, നിങ്ങളുടെ കൂടെയുള്ളവർ. ചിലവർ പ്ലാറ്റിനം ആയിരിക്കാം, ചിലവർ ഗോൾഡിലായിരിക്കാം. അപ്പോൾ ഈ ഒരു റാങ്കിലൊക്കെ എന്താണ് പ്രത്യേകത എന്ന് വെച്ചാൽ ഓരോ റാങ്ക് അച്ചീവ് ചെയ്യുമ്പോഴും കമ്പനി ഓരോ റാങ്കിനും ഓരോ ടൂർ ട്രിപ്പാണ് കമ്പനി തരുന്നത്. ബ്രൗൺസിന് കുമരകൻ ട്രിപ്പ്, ദ സെക്കൻഡ് വൺ ഈസ് പിന്നീടുള്ള സിൽവറിന് ഒരു നെല്ലിയാമ്പതി ട്രിപ്പ് വരുന്നു, പിന്നീട് വരുന്ന ഗോൾഡിന് ഒരു ഊട്ടി ട്രിപ്പ് തരുന്നു, പിന്നീട് വരുന്ന പ്ലാറ്റിനത്തിന് ഒരു ഗോവ ട്രിപ്പ്, പിന്നെയുള്ള സഫയറിന് ഒരു സ്മാർട്ട് ഫോൺ, പേളിന് ഒരു മലേഷ്യ ട്രിപ്പ്, പിന്നീട് വരുന്ന റൂബിക്ക് ഒരു ദുബായ് ട്രിപ്പ്. ഇങ്ങനെ എന്തെല്ലാം സാധ്യതകളാണ് കമ്പനി തരുന്നത് എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. അപ്പൊ ഇനി ഞാൻ പറയുന്നത് ഇവിടെ കമ്പനിയിൽ ഇങ്ങനെയൊക്കെ മേടിക്കുന്ന വ്യക്തികളുണ്ടോ? യെസ്,
നമ്മുടെ കമ്പനിയിൽ ഇവിടെ ഡിജിറ്റൽ റാങ്ക് അച്ചീവേഴ്സ് എന്ന് പറയുന്ന ഓപ്ഷനിൽ കയറി കഴിഞ്ഞാൽ അവിടെ എന്താണ്, ഞാൻ നേരത്തെ പറഞ്ഞ റൂബി റാങ്ക് ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന 2 വ്യക്തികളാണ് ബഷീർ സാറും ശ്രീ സാറും. അതുപോലെ പേൾ റാങ്ക്, ഓരോ റാങ്കിലും ഇല്ല പല പല എല്ലാ ലീഡേഴ്സും എന്താണ് ഇവിടെ അവരുടെ ഫോട്ടോ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്, ഇന്ന് ഇവർ ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ നാളെ ഇവിടെ എത്തേണ്ടത് നിങ്ങൾ ഓരോരുത്തരുമാണ്. അത് ഏത് രീതിയിൽ നമ്മൾ ഇതിലേക്ക് എത്തണമെന്ന് അത് ഇൻഡിവിജ്വൽ ചോയ്സ് ആണ്, നമ്മൾ തന്നെ തീരുമാനിക്കണം. ഇപ്പോ ഈ മീറ്റിംഗ് കാണുമ്പോൾ തന്നെ നമ്മളൊക്കെ എന്താണ് വിചാരിക്കുന്നുണ്ട്, ഇവിടേക്ക് നമുക്ക് എത്താൻ പറ്റുമോ? നമ്മൾ എല്ലാവരും എന്താണ് ഡൗട്ട്ഫുൾ ആണ്. ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ഇവിടെ എല്ലാ തരത്തിലും നമ്മൾ ബിസിനസ്സുകളിലും പാളിച്ചകളൊക്കെ കണ്ട് എന്തെടുത്താലും നമുക്കൊരു ഡൗട്ട് മെന്റാലിറ്റിയിൽ മാത്രമേ പോകുള്ളൂ. പക്ഷേ ഹൈറിച്ച് എന്ന പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ കോൺഫിഡൻസോടെ ഞാൻ പറയും, ആദ്യം മാറ്റേണ്ടത് നിങ്ങൾ ഈ ഡൗട്ടാണ്. ബിലീവ് ദ കമ്പനി ബിലീവ് ചെയ്യുക. എന്താ വെച്ചാൽ പ്രാക്ടിക്കലി എല്ലാ കാര്യങ്ങളും ഇത്രയും മനോഹരമായ പ്ലാനിലൂടെ നമ്മുടെ വീട്ടിലേക്ക് വരുമാനം എത്തിക്കുന്ന ഒരു കമ്പനിയും ഇന്ന് ഈ ലോകത്തില്ല എന്ന് ഞാൻ പറയും. എന്നുവെച്ചാൽ ഈ ഒരു ഫീൽഡിലേക്ക് ഇത് കമ്പനിയെ പറ്റി അന്വേഷിച്ച് ഞാൻ ഇറങ്ങിയപ്പോഴും പലതരം കമ്പനീസിനെ ഞാൻ കണ്ടിട്ടുണ്ട്. അവിടെയൊക്കെ എന്താണ് പ്രൊഡക്റ്റ് സെല്ലിങ്, ഓൺ പ്രൊഡക്റ്റിംഗ്, ഈ കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത്. പക്ഷേ ഇത്രയും മനോഹരമായ ഒരു പ്ലാൻ വേറെ എവിടെയും നിങ്ങൾക്ക് കിട്ടില്ല. പിന്നീട് വരുന്നത് എന്താണ്, എന്തുകൊണ്ട് ഈ നെറ്റ്വർക്ക്, ഈ ഒരു സിസ്റ്റം എന്താണ്? നമ്മുടെ അമേരിക്കൻ മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് വരെ സ്വന്തമായിട്ടൊരു നെറ്റ്വർക്കിംഗ് കമ്പനി ഉണ്ടായിരുന്നു. നമ്മുടെ ഇൻകം ജനറേറ്റ് ചെയ്യുന്ന മറ്റു എല്ലാ രാജ്യങ്ങളെയും കമ്പയർ ചെയ്താൽ അറിയാം, എല്ലാ രാജ്യങ്ങൾക്കും ത്രൂ നെറ്റ്വർക്ക് തന്നെയാണ് അവരുടെ മെയിൻ ആയിട്ടുള്ള സോഴ്സ് ഓഫ് ഇൻകം ജനറേറ്റ് ചെയ്യുന്നത്. പക്ഷേ കഷ്ടകാലത്തിന് നമ്മുടെ ഇന്ത്യയിൽ എന്താണ്, ഈ ഒരു നെറ്റ്വർക്കിന്റെ നെഗറ്റീവ് ഇമ്പാക്റ്റിലാണ് പലതും ഇവിടെ സംഭവിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും സുവർണമായ, ഇത്രയും മനോഹരമായ പ്ലാൻ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടും ഇന്നും ഈ ഒരു മീറ്റിംഗിലും പല ആൾക്കാരും ഇതിനെ ഡൗട്ട്ഫുള്ളോടെ നോക്കുന്നത്. അപ്പോൾ ഇന്ന് ഈ മീറ്റിംഗ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരോടും ഞാൻ നെഞ്ചിൽ തട്ടി പറയും, നിങ്ങളുടെ ഈ ഡൗട്ട് അവിടെ ഇന്നത്തോടെ നിർത്തുക. ഇത്രയും മനോഹരമായ പ്ലാൻ, ഈ ഒരു അവസരം നമുക്ക് പിന്നീട് കിട്ടില്ല. ഓരോ ദിവസവും കമ്പനിയെ ഡൗട്ട് അടിക്കാതിരിക്കണമെങ്കിൽ കമ്പനിയുടെ വളർച്ച നോക്കിയാൽ മതി. കൊറോണയ്ക്ക് മുമ്പ് ഏകദേശം 1.5 ലക്ഷം കസ്റ്റമർ ഉണ്ടായ ഈ ഒരു കമ്പനിയിൽ ഇന്ന് ഏകദേശം 11 ലക്ഷം കസ്റ്റമർ ക്രോസ് ചെയ്തിട്ടുണ്ട്. എവിടെയാണ് ഈ ഒരു ഗ്രോത്ത് റേറ്റിൽ ഏത് കമ്പനിയാണ് ഉണ്ടാവുക? നിങ്ങൾ തന്നെ പറ. ഇതിൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയാനില്ല. ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് നമുക്ക് എന്ത് നഷ്ടമാണ് ഇവിടെ ഉള്ളത്? ഒരു നഷ്ടമില്ല. ഇവിടെ വിജയം എല്ലാവർക്കും ഉണ്ട്. അത് ഏത് ലെവലിൽ എങ്ങനെ വിജയിക്കണമെന്ന് അത് ഇൻഡിവിജ്വൽ ചോയ്സ് ആണ്, നമ്മൾ തന്നെ വിചാരിക്കണം. പല റീസൺസും നമുക്കുണ്ടാവും. എനിക്ക് സമയമില്ല, എനിക്ക് അതുണ്ട്, ഇതുണ്ട്. നമ്മുടെ ലീഡേഴ്സ് നിങ്ങളെ വിളിക്കുമ്പോൾ നിങ്ങൾ പറയുന്ന റീസൺ ആയിരിക്കാം, എനിക്ക് സമയമില്ല, എനിക്ക് വർക്ക് ഉണ്ട്, അതുണ്ട്, കാര്യങ്ങളുണ്ട്. പക്ഷേ ഞാനൊന്നും പറയാം, വെറും 800 രൂപ കൊടുത്ത് ഈ കമ്പനിയിൽ ജോയിൻ ചെയ്ത് ഒരു ഫസ്റ്റ് പ്രൊഡക്റ്റോടെ 0 ഇൻവെസ്റ്റ്മെന്റിൽ ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് ഒരു ദിവസം 5000 രൂപ വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് ഏർണിങ്സ് ചെയ്തു തരുന്ന ഏത് കമ്പനിയാണ് നിങ്ങൾക്കുള്ളത്? ഒരു മൾട്ടി ലെവൽ നാഷണൽ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന എനിക്ക് വരെ ഒരു പെർ ഡേ ഇത്രയും എമൗണ്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റില്ല. എൻ്റെ ഒരു കമ്പനി ഇത്രക്ക് തരില്ല. ഇത്രയും മനോഹരമായ പ്ലാൻ നിങ്ങൾക്ക് എവിടെ കിട്ടും? അപ്പോ അടുത്തതായിട്ട് ചെറുതായിട്ട് ഞാൻ കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് എന്തുകൊണ്ട് ഈ ഒരു ബിസിനസ് ചൂസ് ചെയ്തു എന്ന് ഞാൻ പറയാം. നമ്മളെ കേരളത്തില് ഏകദേശം 100% ലിറ്ററസി ഒക്കെ നമ്മൾക്കുണ്ട് അല്ലേ? പക്ഷേ വളർന്നു വരുന്ന കുട്ടികൾക്ക് എവിടെയാണ് ഇതിന്റെ കരിയർ ഫെസിലിറ്റീസ് ഉള്ളത്? ജോബ് എവിടെയാണ്? വലിയ പോസ്റ്റ് ഗ്രാജുവേഷൻ ഒക്കെ നല്ല കോളേജിൽ കഴിഞ്ഞിട്ട് എനിക്ക് വരെ ജോബിന് വേണ്ടി മറ്റ് സ്റ്റേറ്റുകളിൽ പോകേണ്ടി വന്നു. എന്തുകൊണ്ടില്ല? പിന്നെ ഈ ഒരു എഡ്യൂക്കേഷനോ കാര്യങ്ങളോ ഉള്ളത് കൊണ്ട് മാത്രം നമുക്ക് ജീവിതം എന്ന് പറയുന്നത് അത് ജീവിച്ചു കൊണ്ടിരിക്കുമ്പോഴേ എല്ലാവർക്കും മനസ്സിലാവും എത്രത്തോളം കഷ്ടപ്പാട് അനുഭവിച്ചിട്ട് നിങ്ങൾ ഓരോരുത്തരും ഇന്ന് ഈ മീറ്റിംഗ് കാണുന്നത്. ഇന്നത്തെ വർദ്ധിച്ചു വരുന്ന ചെലവ്, ഓരോ കാര്യങ്ങൾക്കും പൈസ പോകുന്നതല്ലാണ്ട് നിങ്ങൾക്ക് എവിടുന്നെങ്കിലും പൈസ നിങ്ങളുടെ കയ്യിലേക്ക് വരുന്നുണ്ടോ? പക്ഷേ അതുകൊണ്ട് തന്നെയാണ് നമ്മളിപ്പോ എന്ത് ചെയ്തു, ഞാൻ ഈ കമ്പനിക്ക് വേറൊരു ഓപ്ഷൻ ഞാൻ നോക്കി, എന്റെ കൂട്ടുകാരൊക്കെ ചെയ്യുന്നത് കണ്ടു. ഷിത, നീ ഒരു കാര്യം സ്റ്റോക്ക് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുക, അങ്ങനെ ചെയ്യുമ്പോൾ നല്ല ഇതുണ്ടാവും. ഇത് കേട്ട് ഞാൻ എന്ത് ചെയ്തു, മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തു. അവിടുന്നാണ് എനിക്ക് മനസ്സിലായത്, ദ മോർ യു റിസ്ക് മോർ യു ഗെയിൻ. നിങ്ങൾ അത്രയും റിസ്ക് എടുക്കാൻ തയ്യാറാണോ എങ്കിൽ നിങ്ങൾക്ക് ജയിക്കാം. പക്ഷേ ഹൈറിച്ചിനെ ഞാൻ മനസ്സിലാക്കിയത്, ദ മോർ യു വർക്ക് മോർ യു ക്യാൻ ഗെയിൻ. നിങ്ങൾ എത്രത്തോളം വർക്ക് ചെയ്യുന്നോ അത്രത്തോളം നിങ്ങൾക്ക് ഹൈറിച്ചിൽ നിന്നും
ബെനിഫിറ്റ് നിങ്ങൾക്ക് ഉണ്ടാക്കാം. അപ്പോ കൂടുതൽ പറഞ്ഞിട്ട് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. ഇനി നല്ലൊരു വിജയം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്.